വി.ഡി. സതീഷിനെതിരെ കെ. സുധാകരൻ നടത്തിയ അസഭ്യ പരാമർശം വിവാദമായതിനു പിറകെ സമരാഗ്നി ജാഥയുടെ ഭാഗമായി പത്തനംതിട്ടയിൽ മുൻകൂട്ടി തീരുമാനിച്ച സംയുക്ത വാർത്താ സമ്മേളനം റദ്ദാക്കി. ആരോഗ്യ പ്രശ്നങ്ങളാലാണ് വാർത്താ സമ്മേളനത്തിന് എത്താൻ കഴിയാതിരുന്നതെന്നാണ് വി.ഡി. സതീഷിന്റെ ഓഫീസിൽ നിന്നുള്ള വിശദീകരണം. വിഷയത്തിൽ ഇരു നേതാക്കളും പ്രതികരിച്ചിട്ടില്ല. കെ. സുധാകരൻ നടത്തിയ അസഭ്യ പരാമർശത്തിലെ ഭിന്നതയാണ് കൂടുതൽ രൂക്ഷമാവുന്നത്. ജാഥയുടെ ഭാഗമായുള്ള ജനകീയ ചർച്ചയ്ക്ക് മുൻപായാണ് സംയുക്ത വാർത്താ സമ്മേളനം നിശ്ചയിച്ചത്. വേദിയുമൊരുക്കി. KPCC അധ്യക്ഷൻ കെ. സുധാകരൻ ജില്ലയിലുണ്ടായിരുന്നെങ്കിലും സതീശൻ എറണാകുളത്തു നിന്നും എത്തണമായിരുന്നു. എന്നാൽ രാവിലെ സതീശൻ എത്തില്ല എന്നറിഞ്ഞതോടെ DCC വാർത്താ സമ്മേളനം ഒഴിവാക്കിയതായി അറിയിച്ചു. അനാരോഗ്യമാണ് വാർത്താ സമ്മേളനത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ കാരണമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ഓഫീസിൽ നിന്നുള്ള വിശദീകരണം. അങ്ങനെ ഒരുമിച്ച് KPCC പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ ഞായറാഴ്ച ദിവസം എല്ലാം അവിടുത്തെ ആളുകളുമായിട്ട് കാണും. അതിനുശേഷം തിങ്കളാഴ്ച ആയതുകൊണ്ട് രാവിലെ അവിടെ നിന്നാണ് വരുന്നത്. അല്ല, ഒരുമിച്ച് പുള്ളിക്ക് പറ്റുമോ? പുള്ളി ജനപ്രതിനിധിയല്ലേ. മറ്റെല്ലാ ജില്ലകളിലും ഇരുവരും സംയുക്തമായാണ് വാർത്താ സമ്മേളനങ്ങൾ നടത്തിയത്. എന്നാൽ ആലപ്പുഴയിൽ വെച്ച് സുധാകരൻ നടത്തിയ അസഭ്യ പരാമർശത്തിന് ശേഷം ഇരുവരും ഒരുമിച്ച് മാധ്യമങ്ങൾക്ക് മുൻപിൽ എത്തിയിട്ടില്ല. വാർത്താ സമ്മേളനം ഒഴിവാക്കിയതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് നേതാക്കൾ പ്രതികരിക്കാനും തയ്യാറായില്ല. ഉപതെരഞ്ഞെടുപ്പിലെ മൈക്ക് തർക്കത്തിന് പിന്നാലെ ആലപ്പുഴയിലെ അസഭ്യ പ്രസ്താവന കൂടി വന്നതോടെ സുധാകരനും സതീശനും തമ്മിലെ ഭിന്നത രൂക്ഷമാവുകയാണ്. ആലപ്പുഴയിലെ കെ. സുധാകരന്റെ പ്രസ്താവനയിൽ നേതാക്കൾക്കും പ്രവർത്തകർക്കുമിടയിൽ വലിയ അതൃപ്തിയുമുണ്ട്. മീഡിയ 1 പത്തനംതിട്ട.